കേരള അണ്ടർ-17 വോളിബോൾ ടീം ക്യാപ്റ്റൻ എ.ആർ. അനുശ്രീക്ക് സ്വപ്നഭവനം. കൈത്താങ്ങായി മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ്. നോർത്ത് പറവൂർ നന്ദ്യാട്ടുകുന്നം സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ മുത്തൂറ്റ് അക്കാദമിയിലാണ് അനുശ്രീ കളിച്ചു വളർന്നത്. 2018 മുതൽ ദേശീയ ടീമിൻ്റെ താരമാണ്. കരിയമ്പിള്ളി ആറുകണ്ടത്തിൽ രാജേഷിൻ്റെയും ധന്യയുടെയും മകളാണ് അനുശ്രീ. ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അനുശ്രീക്കുള്ള ഭവനത്തിൻ്റെ ശിലാസ്ഥാപനം മുത്തൂറ്റ് സ്പോർട്സ് ഡിവിഷൻ ഡയറക്ടർ ഹന്ന മുത്തൂറ്റ് നിർവഹിച്ചു. പറഞ്ഞാൽ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ എഫേർട്ടല്ല, ഇപ്പോഴും ഒരു ടീം വേണം. അത് കോച്ചസ് വേണം, നല്ല കോച്ചസ് വേണം, മെൻറ്റോഴ്സ് വേണം, അത് ടീമിൻ്റെ ക്യാപ്റ്റൻ വേണം, പിന്നെ ടീമിലുള്ള ആൾക്കാരും ഒരുമിച്ച് വർക്ക് ചെയ്താലേ ഒരു എക്സലൻസ് വരുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങൾ മുത്തൂറ്റിലും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതുപോലത്തെ ഒരു സ്പോർട്സ് ഡിവിഷൻ തുടങ്ങുമ്പം എവിടെ സ്റ്റുഡൻസ് ഇൻക്ലൂഡിങ് ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്താലാണ് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ എന്തെങ്കിലും ഒരു എക്സ്ട്രാഡിനറി ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വി ഫീൽ വെരി ലക്കി. സോ താങ്ക് യു എവ്രിവൺ. CSR മേധാവി ഡോക്ടർ പ്രശാന്ത് കുമാർ നെല്ലിക്കൽ വിശേഷം പങ്കുവച്ചു. ശക്തമായിട്ട് അക്കാദമി ഇപ്പോഴും നടന്നു പോരുന്നു. നമ്മുടെ കുട്ടികൾ, ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികൾ ഇന്ത്യയിലെ പല ക്ലബ്ബുകളിലും മറ്റു പല പ്ലാറ്റ്ഫോമുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു, വിജയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു അപര്യാപ്തത ഉണ്ടായിരുന്നതുകൊണ്ട് അത് മലപ്പുറത്തെ ഒരു ഫെസിലിറ്റിയിലേക്ക് തൽക്കാലം മാറ്റിയിരിക്കുകയാണ്. അവിടെ ഒരു സ്കൂളിൻ്റെ ഒരു ഫെസിലിറ്റി നമ്മൾ പൂർണ്ണമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് കുട്ടികൾക്ക് പൂർണ്ണ സജ്ജമായിട്ടുള്ള ട്രെയിനിങ് ഫെസിലിറ്റി കൊടുത്തുകൊണ്ട്, അതോടൊപ്പം പാലക്കാട് വടകരപ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 16 ഏക്കർ സ്ഥലം നമ്മൾ സ്പോർട്സിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഫെസിലിറ്റിക്ക് വേണ്ടി നമ്മളിപ്പോൾ മാറ്റിവെച്ച് അവിടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങുകയാണ്. അതിൻ്റെ പെർമിറ്റ്, വർക്ക് പെർമിറ്റ്, 1-ാം ഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള വർക്ക് പെർമിറ്റുകളെല്ലാം കിട്ടി നമ്മൾ കൺസ്ട്രക്ഷൻ പരിപാടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഒരു സങ്കല്പത്തിൽ വോളിബോൾ അക്കാദമിയെക്കുറിച്ച് ഞാൻ പറയാത്തത് നിങ്ങളെല്ലാവരുമാണ് അത് നടത്തുന്നത്. നിങ്ങളോട് ഞാനത് പറയുന്നതിന് ഒരു ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് വോളിബോൾ അക്കാദമിയെക്കുറിച്ച് ഞാൻ പറയാത്തത്. ഇവിടുത്തെ എല്ലാ കുട്ടികളെയും എല്ലാവരെയും കാണുന്നുണ്ട്. എല്ലാവരെയും കൂടുതലൊരു അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരേണ്ടത് നിങ്ങളാണ്. നിങ്ങളെ കാണുവാനും നിങ്ങളെ അഭിനന്ദിക്കാനും ഇവിടെ എത്തിച്ചേരാനും നമുക്ക് എല്ലാവർക്കും അവസരം ഉണ്ടാക്കി തരേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ക്രിക്കറ്റ് അക്കാദമി ആകട്ടെ, ഫുട്ബോൾ അക്കാദമി ആകട്ടെ, വോളിബോൾ അക്കാദമി ആകട്ടെ, അതുപോലെ ബാഡ്മിൻ്റണും നമ്മൾ ചെയ്യുന്നുണ്ട്. ബാഡ്മിൻ്റൺ അക്കാദമിയും കൊച്ചി ബേസ്ഡായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ഇനിയും സ്പോർട്സിലെ ടാലൻറ്റുകൾക്കുള്ള സപ്പോർട്ട്, അതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്പോർട്സ് പരിപാടികൾ മുത്തൂറ്റിൻ്റെ കീഴിലുള്ള പാപ്പച്ചൻ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള എല്ലാ സ്പോർട്സ് പരിപാടികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് വേണ്ടി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുത്തൂറ്റ് പാപ്പച്ചൻ സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ സ്പോർട്സ് എന്ന് പറയുന്നൊരു കമ്പനി. ആ കമ്പനിയുടെ കീഴിലാണ് എല്ലാ സ്പോർട്സ് പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഹന്നയാണ് മുത്തൂറ്റ് CEO ഉദീഷ് ഉല്ലാസ്, വോളിബോൾ അക്കാദമി ടെക്നിക്കൽ ഡയറക്ടർ ബിജോയ് ബാബു, SNDP യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി, യോഗം ഭാരവാഹികളായ D. ബാബു, MP ബിനു, SNV ഹെഡ് മാസ്റ്റർ CK ബിജു, ഭാനുപ്രിയൻ മാസ്റ്റർ, ജീൻ സുധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പറവൂർ SNDP യൂണിയൻ പ്രസിഡന്റ് CN രാധാകൃഷ്ണൻ പ്രസംഗിച്ചു. പരിരക്ഷിച്ച് ഈ നാട് മൊത്തം ഞങ്ങളെ സംബന്ധിച്ച് കരിമ്പാടം, മുത്തോളം, പറവൂർ, വാവക്കാട് ഈ മേഖലയൊക്കെ വോളിബോളിനെ നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ചെറുപ്പക്കാരായാലും പ്രായമായാലും. ഇപ്പോൾ നമ്മുടെ ടൂർണമെൻ്റൊക്കെ നടക്കുമ്പോൾ 80 വയസ്സുള്ളവരൊക്കെ വന്നിട്ട് ഗാലറിയുടെ മുകളിലിരുന്ന് കൈയടിക്കണമെന്ന് ഞങ്ങൾക്ക് കൈയടിക്കുമ്പോൾ സന്തോഷമുണ്ട്. എപ്പോഴാണ് താഴ്ത്തു വീഴുന്നുള്ളൊരു രണ്ട് സാറൊന്നും വന്നിട്ടുണ്ടോ സാർ അതിനെ ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിനെ ഇത്രയും നല്ല രീതിയിൽ ഈ വോളിബോളിനെ ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് മുത്തൂറ്റ് ഗ്രൂപ്പ് കാണിച്ച ഈ ഒരു സന്മനസ്, അതോടൊപ്പം തന്നെ മറ്റ് സ്പോർട്സിനെയും ഇതോടൊപ്പം തന്നെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ വോളിബോളിനെ സംബന്ധിച്ച് പറവൂർ മേഖലയിൽ വോളിബോളിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഞങ്ങളെ പറ്റി പറയാം, SNVയിൽ ഏതാണ്ട് 200ഓളം കുട്ടികളാണ് ഈ വോളിബോളിന് വേണ്ടി ചെയ്യുന്നത്. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.